വറുത്ത അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ രാവിലെ കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പുമാവാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല രുചിയാണ്. നമുക്ക് രാവിലെ ചായക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഈ 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ഇതിന് 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. നമുക്കൊരു തവിയുടെ ഭാഗത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കിള്ളിയിട്ട് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ ഒരു നനയ്ക്കുന്ന പോലെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് പുട്ടിൻ്റെ ഒരു ഇതിലൊക്കെ ഇട്ട് ആവി കയറ്റിയിരുന്നുള്ളൂ. ഇനി നമുക്ക് ഒന്ന് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. വറുത്ത അരിപ്പുഴയാണ് ഞാൻ ഇപ്പോൾ ഇതിനായിട്ട് എടുത്തേക്കുന്നത്. ഇനി ഞാനിപ്പം ചട്ടിയിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പിലും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കേട്ടോ. നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് തക്കാളി, പിന്നെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കൊരു ഇത്തിരി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രാമ്പ് വെളുക്ക പട്ട പൊടിച്ചുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാലയുടെ പൊടി ഇരിപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഒരു മുട്ടയും കൂടെ ഇട്ടിട്ട് ചിക്കി കൊടുത്തിട്ട് നമ്മൾ ആ കിണ്ടി വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് തട്ടി ഒപ്പി വെച്ചിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതിനുശേഷം മൂടി വെച്ചതിന് ശേഷം ഒന്ന് ആവി ഏറ്റെടുത്തിട്ട് അതുപോലെ എടുത്ത് വയ്ക്കുക. നല്ല മണവും നല്ല രുചിയാണ്. രാവിലെ എളുപ്പത്തിൽ കറി ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഉപ്പുമാവാട്ടോ. ഉണ്ടാക്കി നോക്കിക്കോ.